ഷെയ്ഖുനയുടെ ഉപ്പ, ആ ഉപ്പാന്റെ ഉറൂസ് ഇവിടെ നടക്കാറുണ്ട്. ഷെയ്ഖുന അവിടുത്തെ ഹയാത്തുകാലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പയുടെ പേരിൽ ആര് നേർച്ചയാക്കിയാലും ആ നേർച്ച ഫലിക്കൽ വുജൂബാണ്. അത്രയും വലിയ നേർച്ചക്ക് ഫലമുള്ള സ്ഥലമാണ് മടവൂർ ഷെയ്ഖുനയുടെയും ഷെയ്ഖുനാന്റെ വാപ്പയുടെയും മഖാമും അവിടുത്തെ വീടാകുന്ന ചിറ്റടി മീത്തയിൽ നടക്കുന്ന മജ്ലിസുകളും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ആദ്യം നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പല സഹോദരന്മാർക്കും അറിയില്ല. നേർച്ച എന്ന് പറഞ്ഞാല് ഈ മണ്ണാർക്കാട് ഭാഗത്തുള്ള അമ്പകുന്ന് നേർച്ച, അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പല ഉറൂസുകൾ ഒക്കെ നടക്കാറുണ്ട്. ചില ഭാഗങ്ങളിൽ നേർച്ച പെട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി, ബദരീങ്ങളുടെ നേർച്ചപ്പെട്ടി, അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞ നേർച്ചപ്പെട്ടി നടക്കാറുണ്ട്. ഈ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ നേർച്ച എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിർബന്ധ കർമ്മമല്ലാത്ത ഒരു കർമ്മം, ഇപ്പോ സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ അനാഥകൾക്ക് അഗതികൾക്ക് ഭക്ഷണം നൽകല്, അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വെള്ളം ലഭിക്കുവാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കല്, അതൊക്കെ ജാരിയായ സദക്കയാണല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവോട് പറയല്, അള്ളാഹിനോട് ഈ കാര്യങ്ങൾ ചെയ്യാം, നോമ്പ് നോൽക്കുക, ഇത്ര റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഇത്ര ഖത്തം ഖുർആൻ ഓതാം എന്നൊക്കെ അള്ളാഹുവോട് പറയല്. അത് പറയുന്നതോടെ ആ നേർച്ച നിർബന്ധമായി പോയി. അതുപോലെ നേർച്ച വഴിപാടുകൾ, ഇപ്പോ ഉംറ ചെയ്യാം എന്ന് നേർച്ച ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, നിർബന്ധ കർമ്മമല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോ രാവിലത്തെ സുബഹി നിസ്കാരം ഞാൻ നിസ്കരിക്കാട്ടോ അള്ളാഹ് പറഞ്ഞ് നേർച്ച ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ റംസാനിൽ നോമ്പ്, അത് നേർച്ച ചെയ്യാൻ പറ്റില്ല. റംസാനിലല്ലാത്ത നോമ്പുകൾ നമുക്ക് നേർച്ചയാക്കാം. റമദാനില് നമുക്ക് നോമ്പ് നേർച്ചയാക്കാൻ കഴിയില്ല. കാര്യം അത് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാണ്, നോറ്റ് വീട്ടേണ്ടതാണ്, അത് നിർബന്ധ കർമ്മമാണ്. അപ്പോൾ നേർച്ച എന്നുള്ളത് എന്താണെന്ന് ചുരുക്കം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ പറഞ്ഞത്, ഈ പറയപ്പെട്ട CM മടവൂർ ഔലിയക്കാക്കയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും നേർച്ച ചെയ്താലും അതിന് ഫലം ഉണ്ട് എന്നാ പറഞ്ഞത്. ആര് പറഞ്ഞേക്കണെന്നാ പറഞ്ഞത്? CM മടവൂർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എവിടെ പറഞ്ഞേക്കണത്? ഓലിന് ഏതെങ്കിലും ഒരു മാലക്കിതാബ് ഉണ്ടാക്കിയിട്ട് അതിൽ പറഞ്ഞു എന്നുള്ളതാക്കും. ഇനി അല്ലെങ്കിൽ CM സുഖമില്ലാത്ത കാലത്ത് അങ്ങനെ ഒന്ന് പറഞ്ഞേക്കണു വെച്ചെങ്കിൽ ഈ വിശ്വാസി സമൂഹത്തെ കൊണ്ട് ആ അല്ലാത്തവരുടെ പേരിലേക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണോ മൂല്യക്കന്മാരെ നിങ്ങളെ പണി? ആണോ? ആ ചെയ്യുന്ന നേർച്ചകള് അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ നിങ്ങള്? അല്ലേ? ഈ അല്ലാത്തവരുടെ പേരില് നടത്തുന്ന നേർച്ച വഴിപാടുകള് അത് ഹറാമാണ്, ശിർക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നേർച്ച അള്ളാന്റെ നാമത്തിലാണ് നമ്മൾ ചെയ്യുക. പോട്ടെ, ഇനി എന്താണ് നേർച്ച, എന്താണ് നേർച്ച വഴിപാടുകൾ എന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ അതിന്റെ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേർച്ച ഇബാദത്താണ്. അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വാക്കാൻ, യൂഫൂന ബിന്നദർ, മുഅ്മിനീങ്ങൾ അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേർച്ച നിറവേറ്റുക എന്നത് അള്ളാഹു മുഅ്മിനീങ്ങളുടെ അടയാളമായി പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം നേർച്ച ഇബാദത്താണ് എന്ന് മനസ്സിലാക്കാം. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ നിർബന്ധമാക്കാത്ത ഒരു കാര്യം സ്വയം തൻ്റെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഈ പറഞ്ഞ നേർച്ച അത് ഒരാൾ പറയുന്നതിന് ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്. അറബിയിലാണ് എങ്കിൽ പറയും അലയ്യ ലില്ലാഹി കദ വ കദ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കായി എൻ്റെ മേൽ ഇന്നതൊക്കെ ബാധ്യതയുണ്ട്. അതൊരു വാക്കാണ്. നമ്മുടെ നാട്ടിൽ പറയും ഞാൻ അങ്ങനെ നേർച്ച 3 ദിവസം നോമ്പ് വെക്കാൻ നേർച്ച നേർന്നിരിക്കുന്നു, അതല്ലെങ്കിൽ 10 യത്തീമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച നേർന്നിരിക്കുന്നു. ഇങ്ങനെ നേർച്ചയുടെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കാത്ത ഒരു കാര്യം, ഞാൻ റമദാനിൽ 3 ദിവസം നോമ്പ് വെക്കാൻ നേർച്ച നേർന്നിരിക്കുന്നു പറയോ? ഇല്ല. എന്തുകൊണ്ട്? അതല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. 5 നേരത്തെ നിസ്കാരം ഞാൻ ഇനി മുടക്കൂല നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു നിർബന്ധമാക്കാത്ത ഒരു കാര്യം ഒരാൾ തൻ്റെ മേൽ സ്വയം നിർബന്ധമാക്കിയാൽ അതിനാണ് നേർച്ച എന്ന് പറയുക. നേർച്ച പല രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു അന്നദറുൽ മുത്ലഖ്, പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാതെ നിരുപാധികമായി ഒരാൾ നേർച്ച പറയുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ അള്ളാഹുവിന് എൻ്റെ മേൽ ബാധ്യതയുണ്ട്,
ഞാൻ ഒരു നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എന്താണ് നേർച്ച എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. അവൻ പറയാൻ അലയ്യലില്ലാഹി നദ്റുൻ, അള്ളാഹുവിന് അവന് വേണ്ടി ഞാൻ ഇതാ ഒരു നേർച്ച നേർന്നിരിക്കുന്നു. എന്താണ് നേർച്ച? അത് അവൻ പറഞ്ഞില്ല. അങ്ങനെ അവൻ നേർച്ച എന്താണ് എന്ന് പറയാതെ അവൻ ബോധപൂർവം ഈ വാക്ക് പറഞ്ഞാൽ അവൻ കഫാറത്തു യമീൻ, ശപഥം ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ നേർച്ച നദ്റു മഅസിയ, ഒരാൾ ഒരു തിന്മ ചെയ്യാമെന്ന് നേർച്ച നേർന്നാൽ അതാണ് രണ്ടാമത്തെ നേർച്ച. ഒരാൾ പറയാം ഞാൻ മദ്യപിക്കും, ഇന്ന അസുഖം മാറിയാൽ ഞാൻ മദ്യപിക്കും എന്ന് ഒരാൾ നേർച്ച നേർന്നു, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് തെറ്റായ നേർച്ചയാണ്. അങ്ങനെ ഒരാൾ നേർച്ച നേർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ നദ്റ ഫീ മഅസിയത്തിൻ, ഒരാൾ തിന്മ നേർച്ച നേർന്നാൽ അത് അവൻ പ്രാവർത്തികമാക്കേണ്ടതില്ല. അതിന് കഫാറത്ത് കൊടുക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം വേണ്ടതില്ല എന്നാണ്. എങ്കിലും ഹംബലി മദ്ഹബിലെ അഭിപ്രായം കഫാറത്ത് നൽകണമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ലാ നദ്റ ഫീ മഅസിയ, തിന്മയിൽ നേർച്ചയില്ല. വകഫാറതുഹു കഫാറത്തു യമീൻ, ആരെങ്കിലും അങ്ങനെ നേർച്ച നേർന്നാൽ തന്നെ അവൻ ശപഥം ലംഘിച്ചതിനുള്ള കഫാറത്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ തിന്മ ചെയ്യാൻ നേർച്ച നേർന്നാൽ അവൻ കഫാറത്ത് നൽകണം. അതോടൊപ്പം പ്രത്യേകം പറയേണ്ടതില്ല, അള്ളാഹുവിനോട് അവൻ തൗബ ചെയ്യണം. അവൻ ചെയ്തത് തിന്മയാണ്, ഈ കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ആളുകൾ ബിദ്അത്തിലായിരുന്ന കാലഘട്ടത്തിൽ അവർ ചിലപ്പോൾ നേർച്ച നേരും. എന്താ നേർച്ച? അള്ളാഹു അസുഖം മാറിയാൽ ഞാൻ ഇന്ന മാല 10 തവണ ഓതും, അല്ലെങ്കിൽ ഇന്ന മൗലീദ് ഞാൻ 10 തവണ വീട്ടിൽ നടത്തും. നേർച്ചയാണ്. ഈ നേർച്ച എന്താ? പിന്നെ അവന് ചിലപ്പോൾ മനസ്സിലാവും, ഇങ്ങനെ മാല പാടുക, മൗലീദ് ചൊല്ലുക, ഇത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് അവന് മനസ്സിലായാൽ പിന്നെ അവൻ ആ നേർച്ച നിറവേറ്റേണ്ടതുണ്ടോ? ഇല്ല, നേർച്ച നിറവേറ്റേണ്ടതില്ല. അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഈ പറഞ്ഞ കഫാറത്ത് നൽകുക എന്നതാണ് കൂടുതൽ സൂക്ഷ്മമായ കാര്യം. മൂന്നാമത്തേത്, ഒരാൾ അനുവദനീയമായ കാര്യം നേർച്ച നേർന്നു. ഒരാൾ പറയാൻ ഇന്നത് സംഭവിച്ചാൽ ഞാൻ അങ്ങാടിയിലേക്കൊന്ന് പോയി വരും. അങ്ങാടിയിലേക്ക് പോകുക എന്നുള്ളത് എന്താണ്? വാജിബാണോ? സുന്നത്താണോ? അല്ല, ഹറാമാണോ? മക്രൂഹാണോ? ഒന്നുമല്ല, അവന് അനുവാദമുള്ള കാര്യമാണ്. അങ്ങനെ ഒരാൾ അനുവദിക്കപ്പെട്ട ഒരു കാര്യം നേർച്ച നേർന്നാൽ ആ കാര്യം പ്രാവർത്തികമാക്കാനും പ്രാവർത്തികമാക്കാതിരിക്കാനും അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ അവനെന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം. എന്തുകൊണ്ട്? ശപഥം ലംഘിച്ചത് കാരണം. നാലാമത്തേത് നദറു അൽ അംറിൽ മക്റൂഹ്, വെറുക്കപ്പെട്ട മക്റൂഹായ ഒരു കാര്യം ഒരാൾ നേർച്ച നേർന്നാൽ എന്തു ചെയ്യണം? ഉദാഹരണത്തിന് ഒരാൾ പറയാൻ ഇന്നത് സംഭവിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലും, ഇന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലും എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാ ഞാനങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഇന്നത് സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാലോ അത് നേർച്ചയല്ല, അത് ത്വലാഖിൻ്റെ വാക്കാണ്. എന്നത് സംഭവം, ഉദാഹരണത്തിന് എൻ്റെ ഉമ്മാനോട് അവൾ സംസാരിച്ചാൽ എൻ്റെ ഭാര്യ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മാനോട് ഭാര്യ സംസാരിച്ചാൽ അവൾ അതോടുകൂടി ത്വലാഖായി. അത് നേർച്ചയല്ല, അതെന്താണ്? അത് ത്വലാഖിൻ്റെ വാക്കാണ്. എന്നാൽ ഒരാൾ പറയണം എൻ്റെ ഉമ്മയോട് ഭാര്യ സംസാരിച്ചാൽ ഞാൻ അവളെ ത്വലാഖ് ചൊല്ലും, അള്ളാഹു തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ശപഥം ചെയ്തുകൊണ്ട് നേർച്ച പറഞ്ഞാൽ അത് മക്റൂഹാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ത്വലാഖിൻ്റെ അടിസ്ഥാനപരമായ നിയമം ഇത് മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. ചില സന്ദർഭത്തിൽ ഹറാമാകും, ചില സന്ദർഭത്തിൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിർബന്ധമായേക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു അയാൾക്ക് അയാളുടെ നേർച്ച പൂർത്തീകരിക്കാനും അനുവാദമുണ്ട്, അതുപോലെ തന്നെ കഫാറത്ത് നൽകാനും അനുവാദമുണ്ട്. ഏറ്റവും നല്ലത് എന്താണ്? കഫാറത്ത് നൽകലാണ്. ഈ പറഞ്ഞ പ്രായശ്ചിത്തം നൽകി അതിൽ നിന്ന് ഒഴിവാകുക എന്നതാണ്.